ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ LDC മെയിൻ എക്സാമിന് ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. കണക്കിനെ സംബന്ധിച്ച് ഇത് അല്പം ഡിഫറൻ്റ് ആയിരുന്നു. അതായത് 10 ചോദ്യം ആയിരുന്നു എങ്കിലും ഓരോന്നിലും ഡബിൾ കണക്ക് പോലെയാണ് ഉണ്ടായിരുന്നത്. അതായത് മൊത്തത്തിൽ ഒരു 20 ചോദ്യത്തിൻ്റെ ഒരു എഫേർട്ട് ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചോദ്യവും ഉത്തരവും ഒന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ തന്നെയാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ദിശ. ഇതൊരു +2 ലെവൽ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നടത്തി വരുന്നു. പോലീസ്, എക്സൈസ് ഓഫീസർ തുടങ്ങിയ തസ്തികകൾ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ക്ലാസുകൾ ഇതിൽ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ദിശ. ഇതൊരു +2 ലെവൽ എക്സാം തന്നെയാണ്. മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. ദൗത്യം, ബെവ്കോ അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്ന ബാച്ച് കോഴ്സ് ആരംഭം. PSCയുടെ തുടക്കക്കാർക്കും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ബാച്ച് കോഴ്സ്. LDC മെയിൻ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൊത്തം ഓഫ്ലൈൻ നേടുന്ന ക്ലാസ്സും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജേതാവ് LD ടൈപ്പിസ്റ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. റിസർച്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട് പ്രയാണം എന്നൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ളത് ലക്ഷ്യമാണ്. ഇത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നടത്തി വരുന്നു. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും അതിനേക്കാൾ ഏറ്റവും പ്രധാനം PSCയുടെ കറണ്ട് അഫയേഴ്സ് മേഖലയായ 20 മാർക്കിനുള്ള ക്ലാസ്സുകളും ഇതിൽ വളരെ വ്യക്തമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. നവംബർ മാസത്തെ പ്രധാന ഓഫറായിട്ട് 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം കൂടി എക്സ്ട്രാ ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്ലാസ്സുകൾ മികച്ച ഓഫർ ലഭിക്കുവാൻ Academy 10 എന്ന കോഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം നോക്കാം. -4, -7, -10 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ പൊതുവ്യത്യാസം -3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എങ്ങനെയാണ് കാണുന്നത്? രണ്ടാം പദം മൈനസ് ഒന്നാം പദം. അതായത് -4ഉം -7ഉം എടുക്കുകയാണെങ്കിൽ രണ്ടാം പദം ആയ -7 മൈനസ് ഒന്നാം പദം ആയ -4. ഇപ്പോൾ മൈനസും മൈനസും പ്ലസ് ആകും. -7 + 4 എന്ന് പറയുന്നത് എത്രയാണ്? -3. അപ്പോൾ പൊതുവ്യത്യാസം -3 ആണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് ബീജഗണിത രൂപം. അപ്പോൾ അത് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അപ്പോൾ ബീജഗണിത രൂപം -3n + 1 എന്നാണ്. അതായത് ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഒരു സീരീസിനെ ഒന്ന് ഷോർട്ടായിട്ട് ഒരു ഇക്വേഷൻ പോലെ എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ -3n, അതായത് ഈ n എന്ന ആ നമ്പറിന് നമുക്ക് ഏത് വാല്യൂ വേണം കൊടുക്കുമ്പോൾ നമുക്ക് ഈ സീരീസിലെ നമ്പർ കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ n ആദ്യം നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ -3 × 0 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. -3 × 0 0 + 1 1. ഇനി n-ന് 2 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? 2 × -3 -6 + 1 -5. അപ്പോൾ ഈ 1 എന്ന നമ്പരും ഈ -5 എന്ന നമ്പരൊന്നും നമ്മുടെ ഈ സീരീസിൽ വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ബീജഗണിത രൂപം ഇത് അല്ല. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ 1 ശരിയും 2 തെറ്റുമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ ഏവ? അപ്പോൾ റൂട്ടിനകത്തുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റൂട്ട് ചെയ്യുമ്പോൾ റൂട്ടിനകത്ത് തന്നെ അത് ചെയ്താൽ മതി. അതായത് ആദ്യത്തെ എടുക്കുന്നു 0.08 × 20. അപ്പോൾ റൂട്ട് 8 20 × 0.8 എത്രയാണ്? 16. അപ്പോൾ റൂട്ട് 16 എത്രയാണ്? 4. അത് എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ 1 ഓപ്ഷനിൽ ഉണ്ട്. രണ്ടാമത്തെ നോക്കാം. 0.8 × 0.2. അപ്പോൾ 0.8 × 0.2 നോക്കുമ്പോൾ അപ്പോൾ 0.8 × 0.2
16 2 ഇൻറ്റു 8 16, പിന്നെ 2 സ്ഥാനം മാറ്റി കൊടുക്കുക 0.16. റൂട്ട് 0.16 നമ്മൾ എണ്ണൽ സംഖ്യയിൽ വരുന്നില്ല, അപ്പോൾ അത് വരത്തില്ല. അടുത്ത് 30 ഇൻറ്റു 1.2, അത് എത്രയാണ്? 12 ഇൻറ്റു 3 36 ആണ്. അപ്പോൾ 30 ഇൻറ്റു 360, ഒരു പോയിന്റ് മാറ്റി കൊടുക്കണം 36, റൂട്ട് 36 6ആണ്. അപ്പോൾ അത് വരും. അടുത്തത് നോക്കുക 0.08 ഇൻറ്റു 0.02, അതും വരത്തില്ല. അപ്പോൾ നമുക്ക് 1 3 വരുന്നത്. അങ്ങനെയെങ്കിൽ 1 3 ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, മോഡ് x-2 പ്ലസ് മോഡ് x-6 10 ആണെങ്കിൽ എക്സിൻ്റെ വിലകൾ ഏത്? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതൊക്കെ നമ്പർ ഉണ്ട്? 1 ഉണ്ട്, -1 ഉണ്ട്, 9 ഉണ്ട്, -9 ഉണ്ട്. അപ്പോൾ ഈ 4 വിലയും ഇതിലൊന്ന് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് 1 കൊടുക്കാം. മോഡിനകത്ത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവായിട്ടേ എടുക്കാവൂ, അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം 1 കൊടുത്തു. 1 - 2 എത്രയാണ്? -1. അപ്പോൾ -1 മോഡിനകത്തായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ 1 എടുത്തു. കാരണം മോഡിനകത്ത് മൈനസ് ആയാലും പ്ലസ് ആയാലും പോസിറ്റീവാണ്. അതേ പ്ലസ് 1 - 6 -5, അപ്പോൾ വീണ്ടും പോസിറ്റീവ് എടുത്തു 5. 5 + 1 6, അപ്പോൾ 1 വരത്തില്ല. അടുത്തിനി -1 എടുക്കാം. -1 - 2 -3, മോഡായതുകൊണ്ട് 3 എടുത്തു. പ്ലസ് -1 - 6 7, മോഡായ -7 ആണ്, പക്ഷെ മോഡായതുകൊണ്ട് പോസിറ്റീവ് എടുത്തു 7, അത് 10. അപ്പോൾ -1 വരുന്നുണ്ട്. അടുത്ത് നമുക്ക് 9 നോക്കാം. 9 നോക്കുവാണെങ്കിൽ 9 - 2 എത്രയാണ്? 7. 9 - 6 എന്ന് പറയുന്നത് 3. അപ്പോൾ അതും 7 + 3 10, അതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ? -1 9 കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 1/9 = 0.111 ആണ് എങ്കിൽ റൂട്ട് 0.444 അതിൻ്റെ ഭിന്നസംഖ്യ രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളാണ്. അതായത് തന്നിട്ടുള്ള ഓപ്ഷനിൽ 4/9 ആണ്. 4/9 ആണ് 0.444. അതായത് 0.444 എന്ന് പറയുന്നത് 4/9. നമുക്കിവിടെ ചോദ്യത്തിൽ റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക, ഇവിടെ റൂട്ട് ആക്കുക. അതായത് റൂട്ട് 4/9 എന്ന് പറയുന്നത് 2/3 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, b of x = 2x² + 4x - 5 എന്ന ബഹുപദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏതെന്നാണ് ശരിയായത് ഏതെന്നാണ് ചോദ്യം. അതായത് p of -1 7 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഇതിൽ വില കൊടുത്തതുപോലെ ഇവിടെ എക്സിന് തന്നിട്ടുള്ള വില കൊടുത്താൽ മതി. അപ്പോൾ p of -1 ആകുമ്പോൾ എക്സിന് -1 കൊടുക്കുക. 2 × -1² 2 പ്ലസ് x × 4, അതായത് -1 × 4 -4 -5. അപ്പോൾ എത്ര കിട്ടും? -9 + 2, അതായത് -7. അപ്പോൾ p of -1 7 ആണോ? അല്ല, നമുക്ക് കിട്ടിയത് -7 ആണ്. അപ്പോൾ 1 തെറ്റാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നു, ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. നമുക്കിവിടെ 7 കിട്ടിയില്ലേ? ഈ 7നെ 2 കൊണ്ട് ഹരിച്ചാൽ തീർച്ചയായും 1 ശിഷ്ടം കിട്ടുക. അപ്പോൾ കാരണം 3 പ്രാവശ്യം 6, ബാക്കിയുള്ളത് 1 7. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് 30/3/2021 വിരമിച്ചു ആയാൽ 25/9/2000 സർവീസ് ആരംഭിച്ചു എങ്കിൽ ആകെ സർവീസ് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം? വേറെ ഒന്നുമില്ല, ലോജിക്കാണ്. 20 വർഷം എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വർഷം നോക്കണ്ട, മാസം നോക്കിയാൽ മതി. 9ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 6 മാസം. ഇനി ദിവസം നോക്കുക. ദിവസം നോക്കുമ്പോൾ
25/9/2000 ജോയിൻ ചെയ്തത്. അത് 9-ാം മാസത്തിൽ ബാക്കി മൊത്തം 30 ദിവസം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് 9-ാം മാസം, അതായത് സെപ്റ്റംബറിൽ ബാക്കിയുള്ളത് 5 ദിവസമാണ്. പിന്നെ നമുക്ക് ഈ 31 കൂടെ ഉള്ളത് കൊണ്ട് +1, അതായത് മൊത്തം 6 ദിവസമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 20 വർഷം 6 മാസം 6 ദിവസം. എന്നാൽ PSC കൊടുത്ത ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഒരു പ്രത്യേകതരം കോഡ് ഉപയോഗിച്ച് പോലീസ് എന്നത് 763935 എന്ന് എഴുതുന്നു. എന്നാൽ ഇതേ കോഡ് ഉപയോഗിച്ച് CAT DOG ഇവ എഴുതിയിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ശരി ആയത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഈ പോലീസ് എന്നത് എങ്ങനെ 763935 എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതായത് P4 ആ ലെറ്റർ എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് 16-ാമത്തെ ലെറ്ററാണ് ആൽഫബറ്റിൽ. അപ്പോൾ 6+1 7. അപ്പോൾ അങ്ങനെയാണ് 7 വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ലോജിക്കിൽ തന്നിട്ടുള്ള നോക്കുക. C ആൽഫബറ്റിൽ 3-ാമത്തേതാണ്, A എന്നാൽ 1-ാമത്തേതാണ്. അപ്പോൾ ഇത് തെറ്റാണ് വരുന്നത്. ആദ്യത്തെ തെറ്റാണ്. രണ്ടാമത്തേത് DOG, D 4-ാമത്തെ ലെറ്ററാണ്. O വരുമ്പോൾ മൊത്തം 6 കിട്ടും. അപ്പോൾ രണ്ടാമത്തേത് ശരിയാണ്. അങ്ങനെയെങ്കിൽ 1 തെറ്റും 2ഉം ഉള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. അടുത്ത ചോദ്യം, 5 പേരെ ഒരു വൃത്തത്തിന് ചുറ്റും വിവിധ രീതിയിൽ ക്രമീകരിക്കുന്നു. ഇങ്ങനെ എത്ര വിധത്തിൽ ക്രമീകരിക്കാം? 5 പേർ ഉണ്ടെങ്കിൽ ആ വൃത്തത്തിൽ ക്രമീകരിക്കുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയലാണ്. n-1 ഫാക്ടോറിയൽ. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 - 1 4, 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ആകുമ്പോൾ 4 × 3 × 2 × 1. അപ്പോൾ 2 × 3 6, 6 × 4 24. ഓപ്ഷൻ ബി ആണ് കറക്റ്റായി ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ചു പേരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചു പേർ എന്നത് എത്രയെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചു പേർ ഉള്ളത് എന്നത് x എന്ന് എടുത്തു. ഇനി പറയുന്നുണ്ട്, അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന്, അതായത് ഈ കുറച്ചു പേരുടെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന -63 കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം, അതായത് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വനിതകളുടെ എണ്ണം കിട്ടും. ആ വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ വച്ച് ഇത്രയും ഒന്ന് എഴുതാൻ ശീലിക്കുക. എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്ര ആയിരിക്കും? അതായത് ആകെ ആൾക്കാരുടെ എണ്ണം x ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് x ആദ്യം കണ്ടുപിടിക്കണം. വേറെ ഒന്നും ചെയ്യേണ്ട, ഇക്വേഷൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റൂട്ട് മാറി കിട്ടും. അങ്ങനെയെങ്കിൽ x² - 63 എന്ന് പറയുന്നത് 9², അതായത് 81. ഇനി ലെഫ്റ്റ് സൈഡുള്ള റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 83 + 63 144 എന്ന് കിട്ടും. x² എന്ന് പറയുന്നത് 144 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെത് റൂട്ട് 144, അതായത് 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 12 എന്ന് കിട്ടി. ആ എക്സിൻ്റെ വാല്യൂ 12 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ആൾക്കാരുടെ എണ്ണമാണ്. അപ്പോൾ ഓപ്ഷനിൽ നോക്കുക, 12 ഉള്ളത് ഉണ്ട്. അപ്പോൾ അത് തന്നെ, വേറെ ഒന്നും നോക്കണ്ട. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 4, 8, 12, 16, 10, 14, 18, 22 ഈ 2 സമാന്തര ശ്രേണികളുടെ 20 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം. അപ്പോൾ ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, അത് കാണാൻ പഠിക്കുക. ഇക്വേഷൻ ഇതാണ്: n-2 × 2a + n-1 × d. ഈ ഒരു ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ഇതാണ് പദങ്ങളുടെ തുക. ഇതിൽ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്, ഇവിടെ 20. d പൊതുവ്യത്യാസമാണ്. ഈ ഒരു ഇത്രയും അറിയാമെങ്കിൽ ഇവിടെ a ആണ് വരുന്നത്. a എന്ന് പറയുന്നത് ആദ്യ പദം, d പൊതുവ്യത്യാസം. അപ്പോൾ n എന്ന് പറയുന്നത് 20 ആദ്യത്തെ നോക്കുവാണെങ്കിൽ a 4, d 4. അപ്പോൾ ഇത്രയും വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അതേപോലെ തൊട്ടടുത്ത സീരീസിലും n 20 ആണ്, a എന്ന് പറയുന്നത് 10 ആണ്, d 4 തന്നെയാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ അത് കുറച്ചെടുക്കുമ്പോൾ ഓപ്ഷൻ സി കിട്ടും, 120. അപ്പോൾ ഇത്രയുമാണ് കണക്കിലെ ചോദ്യങ്ങൾ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.